വലിയ ക്യൂ രൂപപ്പെടാൻ സാഹചര്യം. ഇപ്പോൾ വീണ്ടും വാക്ക് തർക്കം. രാഹുൽ എന്താണ് സംഘർഷത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ഞാൻ സംഘർഷത്തിനില്ലല്ലോ. സ്ഥാനാർത്ഥി നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു സംഘം ഗുണ്ടകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുക, അതെങ്ങനെ ശരിയാണ്? കാണിച്ചതുകൊണ്ട് ആരാണ് സ്ഥാനാർത്ഥി? നമ്മളെല്ലാരും ഇറങ്ങാം, എല്ലാരും മൻസൂറെ പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന വെണ്ണക്കരയിലാണ് വലിയ തർക്കമുണ്ടായിരിക്കുന്നത്. അവസാന മണിക്കൂറിലാണ് വലിയ തർക്കം. രാഹുലിന്റെ വരവുമായി ബന്ധപ്പെട്ടാണ് അവിടെ വലിയ തർക്കം രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കാൽ ഏറ്റുമുട്ടുന്നു. പോലീസ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ രാഹുൽ പിന്തിരിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസ് പ്രവർത്തകരോട് ഇറങ്ങൂ എന്ന് രാഹുൽ പറയുന്നുണ്ട്. ഇതുവരെ കാൻഡിഡേറ്റ് എന്ന നിലയിൽ താൻ തുടരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. രാഹുൽ ഗുണ്ടായിസം എന്ന് പറഞ്ഞതാണ് മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും വാക്കുകൊണ്ട് ഏറ്റുമുട്ടുന്നു അവർ പരസ്പരം. പോലീസ് സ്ഥിതി ശാന്തമാക്കാൻ ഇടപെടുന്നുണ്ട്. അവിടെ വോട്ടർമാർ 2 മണിക്കൂറായി ക്യൂ നിൽക്കുകയാണ്. വളരെ സ്ലോയിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ഇത് അന്വേഷിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതെന്ന് രാഹുൽ പറയുന്നു. നേരത്തെ BJP കാൻഡിഡേറ്റ് എത്തിയിരുന്നു, അപ്പോഴൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. താൻ വരുമ്പോൾ തന്റെ അവകാശം ഖനിക്കാൻ അവർ കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ അവിടെ നിന്നത്. ഇപ്പോൾ എന്തായാലും എല്ലാവരും പിന്തിരിയുന്നു. സംഘർഷ സാധ്യത അയയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന മണിക്കൂറിൽ വെണ്ണക്കരയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ഏറെ നേരമായി പോളിംഗ് മന്ദഗതിയിലാണ് എന്ന അറിയിപ്പ് ലഭിച്ചിട്ടാണ് പ്രവർത്തകർ വിളിച്ചു പറഞ്ഞിട്ടാണ് അവിടേക്ക് എത്തിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അതേസമയം അത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്യുകയും വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു. ഇപ്പോൾ പോലീസ് ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കുന്നു.